Okay, yes. So ഇതാണ് ഞാൻ എഴുതിയത്. നൾ ഹൈപ്പോത്തിസിസ് യൂഷ്വലി നമ്മൾ പ്രാക്ടിക്കലി കാണിക്കുന്നത് β2 = 0 എന്നാണ്. yi = β1 + β2 xi plus ui. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡി ആയിരിക്കില്ല നടത്തുന്നത്, നമ്മൾ സാമ്പിൾ സ്റ്റഡി ആയിരിക്കും നടത്തുക. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? yi = ഇത് പോപ്പുലേഷൻ ആണ്, പക്ഷെ നമുക്ക് പോപ്പുലേഷൻ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സാമ്പിൾ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ β1 പകരം β1 ക്യാപ്പ് ഇടും, β2 പകരം നമ്മൾ β2 ക്യാപ്പ് ഉപയോഗിക്കും, xi പ്ലസ് ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന് വരെ നമ്മൾ റെസിഡ്യൂവൽ ടേം ഉപയോഗിക്കും, റെസിഡ്യൂവൽ ui ക്യാപ്പ്. അറിയാലോ. എന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ β2 നമുക്കറിയാം, β2 എന്ന് പറയുന്നത് സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ് നമുക്കറിയാം. നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് സാധാരണഗതിയിൽ നമ്മൾ സ്ലോപ്പ് കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എപ്പോഴും സാധാരണ എടുക്കുന്നത് β2 0 ആയിട്ടായിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വാല്യൂ ആണ് നൾ ഹൈപ്പോത്തിസിൽ വരുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ ഈ മോഡലിൽ എക്സിനെ ഉൾപ്പെടുത്തി, മോഡലിൽ എക്സിനെ ഉൾപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? എക്സ് വൈനെ സ്വാധീനിക്കുന്ന വേരിയബിൾ ആണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മോഡലിൽ എക്സിനെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ട് ചെയ്യാത്ത വാല്യൂ എന്താണ്? β2 = 0. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സ് വൈനെ സ്വാധീനിക്കുന്നേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്താണെങ്കിലും അതിന്റെ അർത്ഥം അത് എക്സിന്റെ വാല്യൂ എത്ര ആയിക്കോട്ടെ അത് വൈനെ സ്വാധീനിക്കുന്നില്ല. കാരണം ആ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് ചിലപ്പോൾ 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0 മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ചിലപ്പോൾ 1000 ആയിരിക്കും. ഒരു കാര്യമില്ല, β2 0 ആണെങ്കിൽ 1000 മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ഒരു ഭാഗം മുഴുവൻ 0 ആയിട്ട് മാറും അല്ലെ? അതായത് അത് വൈന്റെ മേലിൽ യാതൊരു സ്വാധീനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പക്ഷെ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് നമ്മൾ എന്തിൽ വരുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ വരുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. വൺ സൈഡഡ് ആയിട്ട് എഴുതാം, ടു സൈഡഡ് ആയിട്ട് എഴുതാം. നമ്മൾ ടു സൈഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, β2 ≠ 0, not equal to 0. ഇത് പോപ്പുലേഷൻ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്, ഇത് സാമ്പിൾ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? ഇത് നൾ ഹൈപ്പോത്തിസിസ് ആണ്, ഇത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്, ഇതിന്റെ വാല്യൂസ് വൺ സൈഡഡ് ടു സൈഡഡ്, ഇത് ടു സൈഡഡ് ടെസ്റ്റ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. കാരണം β2 ഇവിടെ 0 ഗ്രേറ്റർ ആവാം, 0 ലെസ് ആവാം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൽ β2 വാല്യൂ, അതുകൊണ്ടാണ് ടു സൈഡഡ് എന്ന് വിളിക്കാൻ കാരണം. ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതാണല്ലോ അർത്ഥം. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0, ബട്ട് നോട്ട് ഈക്വൽ ടു 0. 0 അല്ല, 0നേക്കാൾ വലുതാവാം, ചെറുതാവാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ ഫെയിൽ ടു റിജക്ട് ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഓപ്ഷൻ 1 എന്താണ്? What is the option 1? Reject null hypothesis. Yes, reject null hypothesis and accept alternative hypothesis. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ 1. Reject null hypothesis. സോ നമ്മൾ ഇതിനെ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അക്സെപ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അല്ലെ? നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് സ്വീകരിക്കണമല്ലോ, ഇത് റിജക്ട് ചെയ്ത് കളയണം, പിന്നെ ഉള്ളത് ഓൾട്ടർനേറ്റീവിനെയാണ് നമ്മൾ സ്വീകരിക്കുക. സോ അക്സെപ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 എന്താണ്? ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. അതായത് ഇതിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അപ്പൊ ഇത് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലെ? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെയിൽ ടു റിജക്ട്
സോ വി ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസ്. അതിന്റെ അർത്ഥം നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, വി റിജക്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അവിടെ അപ്പോൾ റിജക്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് രണ്ട് ഓപ്ഷൻ. ഇനി എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട്. ഇത്രയും നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ ചെയ്യുന്നത്? ഈ ഓപ്ഷൻ എങ്ങനെ നമ്മൾ സ്വീകരിക്കും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനാണ് നമുക്ക് മുമ്പിലുള്ളത് ഡിസിഷൻ റൂൾ എന്ന് പറയുന്ന കാര്യം. ഡിസിഷൻ റൂൾ. സോ വി ഹാവ് എ ഡിസിഷൻ റൂൾ. ഈ ഡിസിഷൻ റൂൾ കൃത്യമായിട്ട് നിങ്ങൾ ടി ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡിസിഷൻ റൂളിലേക്ക് നമ്മൾ വരും. ഞാനിവിടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ഒരു ടേബിൾ വാല്യൂവുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ അങ്ങനെ? നിങ്ങൾക്കൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിട്ടിയിട്ടുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനെ നിങ്ങൾ ഒബ്സർവ്ഡ് വാല്യൂവിനെ, നിങ്ങൾ ഫൈൻഡ് ചെയ്ത കാൽക്കുലേറ്റഡ് വാല്യൂവിനെ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്നുള്ള ഒരു വാല്യൂവുമായി കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പ്രോബ്ലത്തിൽ? ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ. അത് സ്പെസിഫിക്കലി വരുന്നത് ടി ടെസ്റ്റ് പഠിക്കാൻ നേരത്ത് നമ്മൾ അതിനെ സ്പെസിഫിക് റൂൾസ് ഞാൻ പറയും. ഞാനിപ്പോ ജനറൽ ആയിട്ട് പറയാണ്. അപ്പോ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ പറ്റൂ. സോ ദർ ഇസ് എ ക്രിട്ടിക്കൽ വാല്യൂ. അതെങ്ങനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ തീരുമാനിക്കപ്പെടുന്നതെന്നൊക്കെ നമുക്ക് ടി ടെസ്റ്റിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ദർ ഇസ് എ ക്രിട്ടിക്കൽ വാല്യൂ. ആ ക്രിട്ടിക്കൽ വാല്യൂ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാൻ നേരത്ത് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ, നമുക്ക് അതിൽ ടി ടെസ്റ്റ് ആണ് പ്രധാനമായും പഠിക്കാനുള്ളത്. അത് പഠിക്കാൻ നേരത്ത് നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കുക, നമ്മള് ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ അതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. സോ ഇവിടെ ഞാൻ β2 = 0 എന്നാണ് നമ്മൾ ഈ നൾ ഹൈപ്പോത്തിസിസ് കാണിച്ചിരിക്കുന്നത് അല്ലെ. β2 = 0, ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ ഞാനിവിടെ β2 = 0, ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ ഹൈപ്പോത്തൈസൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ സാമ്പിളുകൾ എടുത്തു കഴിഞ്ഞാലും ഈ β2 ക്യാപ്പ് നമുക്കറിയാം. β2 ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് ആണ്, പോയിന്റ് എസ്റ്റിമേറ്റ് ആണ് β2 ക്യാപ്പ് എന്ന്. പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. സപ്പോസ് 0.3 ആണ് കിട്ടുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ 0.3 എന്നുള്ള വാല്യൂ കിട്ടിയെന്നായിരിക്കും. നമ്മൾ വേറൊരു സാമ്പിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 0.4 ആയിരിക്കും കിട്ടുന്നത്. വേറൊരു സാമ്പിൾ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 0.5 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ റാൻഡം വേരിയേഷൻസ് ഉണ്ടാവും ഇതിന്റെ. അതായത് സാമ്പിൾ വേരിയേഷൻസ് β2 ക്യാപ്പിനൊക്കെ ഞാനൊരു സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. β2 ക്യാപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? β2 0 ആണെന്നുള്ള ഹൈപ്പോത്തൈസൈസ് നൾ ഹൈപ്പോത്തൈസിസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ β2 ക്യാപ്പിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതൊരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അതിനുള്ളത്. ഇതെല്ലാം അതിന്റെ ഒക്കറൻസിനുള്ള പ്രോബബിലിറ്റീസ് ആണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ശരിക്കും ഇത്. അപ്പൊ β2 ക്യാപ്പ് ആണ് അതിന്റെ മിഡിൽ പോയിന്റ് ആയിട്ട് വരേണ്ടതെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യേണ്ടത്. β2 ക്യാപ്പിനെ ഈ 0 ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മളിവിടെ, അപ്പൊ ഇത് എന്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ? ഇത് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് ഞാൻ ആദ്യം ഒരു വൺ സൈഡഡ് ടെസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. വൺ സൈഡഡ് ടെസ്റ്റിൽ
ഇവിടെ ഞാൻ നൾ ഹൈപ്പോത്തിസിസ് എഴുതുന്നത്, സപ്പോസ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം വൺ സൈഡ് ടെസ്റ്റ് കാണിക്കാം. ഇത് ഞാൻ സാമ്പിൾ കാണിച്ചതേ β2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നൾ ഹൈപ്പോത്തിസിസ് ആണ് ഇത്. അതായത് 0 ഒന്നില്ലെങ്കിൽ 0 ആണ്, അല്ലെങ്കിൽ അതിന്റെ താഴെയാണ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അപ്പൊ എന്തായിരിക്കും? ഇതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പൊ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 0 ആണ് അല്ലെങ്കിൽ 0 താഴെയാണ്. അപ്പൊ 0 മുകളിലായിരിക്കും എന്നത് പറയുന്നതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ്, അല്ലെ? നൾ ഹൈപ്പോത്തിസിസ് എന്താ പറയുന്നത്? ഒന്നില്ലെങ്കിൽ 0 ആണ്, അതല്ലെങ്കിൽ 0 താഴെയാണ്. അപ്പൊ ഇനി എന്തേ ആവാൻ സാധ്യതയുള്ളൂ? ഗ്രേറ്റർ ദാൻ 0. 0 മുകളിലാവാനേ സാധ്യതയുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 0 മുകളിലാവാൻ സാധ്യത. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇനി ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ ഒരു ക്രിട്ടിക്കൽ വാല്യൂ പറയാണ്. അപ്പൊ നമുക്ക് ഡിസിഷൻ റൂളിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ക്രിട്ടിക്കൽ വാല്യൂ ഒരു ടേബിളിൽ നിന്നായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ഫൈൻഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ വാല്യൂ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയണം. എങ്ങനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ ടി ടെസ്റ്റ് വരാൻ നേരത്തെ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ ഒക്കെ ഫൈൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.8 ആണെന്ന് പറയാം. 1.8 ഞാൻ ടെക്സ്റ്റ് ബുക്കിനെ കോട്ട് ചെയ്തിട്ടാണ് അത് പറയുന്നത്. ഡിസിഷൻ റൂളിലേക്ക് വരികയാണ്. ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്, സപ്പോസ് ഇത് 0 ആണല്ലോ, ഇവിടുന്ന് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ, ഇവിടുന്ന് ലെസ് ദാൻ 0 ആണല്ലോ. ഇത് സെൻട്രലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് 0 എന്ന് എഴുതി. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ലെസ് ദാൻ 0 ആണ്, ഇവിടുന്ന് റൈറ്റിലേക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? യെസ്. സപ്പോസ് ഞാനൊരു 1.8 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഇത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ ടി ടെസ്റ്റ് പഠിക്കാൻ നേരത്തെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നായിരിക്കും നമ്മൾ അതിനെ ഈ 1.8 പോലുള്ള ഫിഗേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ക്രിട്ടിക്കൽ വാല്യൂ ആണ് ഇതിനെ അക്സെപ്റ്റൻസ് റീജിയനിൽ നിന്നും റിജക്ഷൻ റീജിയനിൽ നിന്നും തിരിക്കുന്നത്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയ β2 ഡിസ്ട്രിബ്യൂഷനെ അക്സെപ്റ്റൻസ് റീജിയനിൽ നിന്നും റിജക്ഷൻ റീജിയനിൽ നിന്നും തിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ. ശരിക്കും നൾ ഹൈപ്പോത്തിസിസ് എന്താന്ന് നോക്കി. ശരിക്കും നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആണെങ്കിൽ 0 ലെസ് ആണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെ പാടുള്ളൂ അക്സെപ്റ്റൻസ് റീജിയൻ. ഞാൻ വെറുതെ ഒരു ഡോട്ടഡ് ലൈൻ ഇടുകയാണ്. ഞാൻ ഇത് പിന്നീട് മായ്ച്ചളയായിട്ട് വരും. സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് എന്താണ് β2 എന്ന് പറയുന്നത് 0 ലെസ്സും ആണ്. അപ്പൊ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇത്രയും ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. സി ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. ഇത് ട്രൂ ആണ്, അല്ലെ? ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റർ ആണ് β2. അത് 0 അല്ലെങ്കിൽ 0 താഴെ ഈ ഏരിയ ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഏരിയ ഉറപ്പായിട്ടും എന്താണ്? അക്സെപ്റ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. എന്നെ മനസ്സിലായോ നിങ്ങൾക്ക്? അതോടൊപ്പം തന്നെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ കൂടി തരികയാണ്. അതായത് ഇത്രയും വരെയും നമ്മൾ അലൗ ചെയ്യുന്നുണ്ട് അക്സെപ്റ്റൻസിന് വേണ്ടി. അതായത് β2 പല സാമ്പിളിംഗ് വേരിയേഷൻസും റാൻഡം വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയും കൂടി ഒരു ബ്രീത്തിങ് സ്പേസ് ആയിട്ട് കൊടുക്കുകയാണ് 1.8 വരെ. അപ്പോൾ ഈ ഇത്രയും ഏരിയയെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും എവിടം വരെ വരാൻ പാടുള്ളൂ? ഇവിടം വരെ വരാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയ ഒരു ബ്രീത്തിങ് സ്പേസ് ആയിട്ട് കൊടുക്കുകയാണ്. കാരണം ഈ β2 ക്യാപ്പിന് പലപ്പോഴും റാൻഡം വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് ഇങ്ങോട്ട് ഈ ഭാഗം വരെ കൊടുക്കും, 1.8 വരെ കൊടുക്കും. ശരിക്കും നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? ട്രൂ β2 is less than 0 or equal to 0. ട്രൂ β2 is less than 0 or equal to 0. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? β2 ക്യാപ്പാണ്, β2 ക്യാപ്പ്. അപ്പോൾ β2 ക്യാപ്പിൽ വേരിയേഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഇത്രയും ഒരു ഏരിയയും കൂടി നമ്മളൊരു ബ്രീത്തിങ് സ്പേസ് ആയിട്ട് ഒരു കറക്ഷൻ സ്പേസ് ആയിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1.8 മുകളിലാണ് β2 വരുന്നതെങ്കിൽ then we decide that area as rejection area.
ഇതാണ് റിജക്ഷൻ ഏരിയ. ഇത്രയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നോർമലി എവിടം വരെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേരെ കണ്ണുപൂട്ടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്താണ് നൾ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് 0യും 0യ്ക്ക് താഴെയുമാണ് β2. അപ്പൊ β2 ക്യാപ്പ് ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ β2 ക്യാപ്പിനെയും നമുക്ക് എന്ത് ചെയ്യാം? കണ്ണുപൂട്ടി അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താണ്? നൾ ഹൈപ്പോത്തിസിസിൽ ഓൾറെഡി പറയുന്നുണ്ട് β2 ക്യാപ്പ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ നമ്മൾ β2 ക്യാപ്പ്, ഇത് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് β2. β2 നമ്മൾ ഇവിടെ ഹൈപ്പോത്തിസൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. β2 ക്യാപ്പിൽ വരുന്ന റാൻഡം വേരിയേഷൻസിനെയും കൂടി നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മളൊരു ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ഇവിടെ എറർ എല്ലാം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് β2 ഈ ഒരു ഏരിയ വരെ നമ്മൾ അതിനെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ കൊടുക്കുകയാണ് 1.8 വരെ. ആ 1.8 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെ റിജക്ട് ചെയ്തിട്ട് നമ്മൾ β2 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ അക്സെപ്റ്റ്. β2 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ശരിക്കും ഇവിടെ തുടങ്ങി β2 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ ഇത്രയും ഒരു സ്പേസ് വരെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്ട് ചെയ്യില്ല, ഈ ഒരു സ്പേസ് വരെ. അപ്പൊ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രീത്തിങ് സ്പേസ് പോലെ കൊടുക്കുകയാണ് ഡ്യൂ ടു ദ റാൻഡം വേരിയേഷൻസ് ഇൻ β2 ക്യാപ്പ്. So that value which divides this distribution of β2 cap into acceptance region, ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് acceptance region. acceptance region. acceptance region. അപ്പൊ ഈ ഏരിയനെ എന്തായിരിക്കും വിളിക്കുക? റിജക്ഷൻ. റിജക്ഷൻ. സി, ഇതാണ് ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനെ വെച്ചിട്ട് നമ്മൾ ഈ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യൂ റിജക്ട് ചെയ്യൂ. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസും കൂടി ഒന്ന് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ. നൾ ഹൈപ്പോത്തിസിസ്, ഇതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? വൺ സൈഡ് തന്നെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റും? β2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. β2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായി വരും? അപ്പോ less than. Yes, β2 is less than 0. അപ്പൊ 0യിൽ താഴെയാണെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ എടുക്കുകയും ഇതിനെ റിജക്ട് ചെയ്യുകയും ചെയ്യണം, അല്ലെ? ഇത് 0യ്ക്ക് മുകളിലാണ്. ഇനി ഞാനൊരു β2ന്റെ, അപ്പൊ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ഇവിടെ എഴുതിയാണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് β2 ഈസ്, നൾ ഹൈപ്പോത്തിസിസ് ഇതാണ്, β2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഞാൻ β2നെ ഇവിടെ 0 ആയിട്ട് സെൻട്രലൈസ് ചെയ്ത് ഇവിടെ 0 ആയിട്ട് എഴുതിയാണ്. β2 ഈസ് ഈക്വൽ ടു 0. ഈ പോയിന്റിൽ β2 എന്ന് പറയുന്നത് 0 ആണ്. ഇതിന്റെ റൈറ്റിലോട്ടെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇതിന്റെ ലെഫ്റ്റിലോട്ട് ലെസ് ദാൻ 0 ആണ്. അപ്പൊ ശരിക്കും ഇത് β2 ആണ്. ഞാൻ ഇനി അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, β2 ക്യാപ്പിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണ്. ഇത് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ. സോ β2 ക്യാപ്പിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതിന് നേരെയുള്ള പോയിന്റ്. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് നേരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. വൈ? കാരണം നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താണ്? ഇത് β2 ക്യാപ്പാണ് കേട്ടോ, β2 ക്യാപ്പാണ്, നോട്ട് β2. ഇത് β2 ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് β2ന് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. കാരണം β2 എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ സിംഗിൾ വാല്യൂ ആണ്. കാരണം ട്രൂ പോപ്പുലേഷൻ ആണ്, അതിന് ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യമില്ല. ഇവിടെ എന്തുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ വന്നു? ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരാൻ കാരണം എന്താണ്? ഓരോ സാമ്പിൾ എടുക്കുമ്പോഴും നമുക്ക് ഓരോരോ വാല്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. β2ന് ആക്ച്വലി ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. That is
ട്രൂ β2. നമ്മൾ അതിനെ അസ്യൂം ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് സീറോ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് നമ്മൾ സീറോയ്ക്ക് മുകളിൽ ഏത് വാല്യൂ വേണമെങ്കിലും ആവാം എന്നാണ് പറയുന്നത്. β2 ഈസ് ഈക്വൽ ടു സീറോ ഗ്രേറ്റർ ദാൻ സീറോ. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. β2 സീറോയ്ക്ക് മുകളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് എന്താണ്? അക്സെപ്റ്റൻസ് റീജിയൻ ആണ്. നേരെ ഇതെല്ലാം നമുക്ക് അക്സെപ്റ്റൻസ് റീജിയൻ ആണ്. ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, നേരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ β2 ക്യാപ്പ് ആയതുകൊണ്ട് അതിന് റാൻഡം വേരിയേഷൻസ് എല്ലാം വരുന്നത് കൊണ്ട് നമ്മൾ അവിടെയും അതിനൊരു ക്രിട്ടിക്കൽ വാല്യൂ കൊടുക്കണം. ഈ ഒരു പോയിന്റ് വരെ നമ്മൾ 1.8 തന്നെ എടുക്കുകയാണ്, ഒരു ക്രിട്ടിക്കൽ വാല്യൂ വരെ. ഇത് എന്ത് 1.8 ആയിരിക്കും? -1.8 ആയിരിക്കും. കാരണം സീറോയുടെ ലെസ് ആണല്ലോ ഇവിടെ സീറോയ്ക്ക് ഗ്രേറ്റർ ആയതുകൊണ്ടാണ് ഇവിടെ 1.8 എന്ന് എഴുതുന്നത്. ഇവിടെ നമ്മൾ -1.8 ആണ്, -1.8 ആണ്. നമ്മളൊരു ബ്രീത്തിങ് സ്പേസും കൂടി കൊടുക്കുകയാണ്. ഈ ഒരു ഏരിയ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ഈ ഒരു ഏരിയയിൽ β2 ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഉറപ്പായിട്ടും ഈ ഏരിയ സീറോയ്ക്ക് മുകളിലാണ്, ഇവിടെ സീറോയ്ക്ക് തുല്യവുമാണ്. പക്ഷെ അതുകൂടാതെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇതിന് നമ്മൾ വീണ്ടും സീറോയ്ക്ക് താഴെയാണെങ്കിൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. ചിലപ്പോൾ ഇവിടെ -0.1 ആയിരിക്കും ഈ ഭാഗത്ത്, അത് എറർ കൊണ്ടായിരിക്കും. അപ്പൊ ഈ തൊട്ടടുത്തുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് റിജക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോ ഈ β2 ക്യാപ്പിന്റെ റാൻഡം വേരിയേഷൻസ് കൊണ്ട് ഈ തൊട്ടടുത്ത ഏരിയയിലെല്ലാം വളരെ റിസ്കിയാണ് റിജക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഏരിയയെല്ലാം നമ്മൾ സ്വീകരിക്കും. അപ്പൊ എത്ര ബ്രീത്തിങ് സ്പേസ് വരെ കൊടുക്കുന്നുണ്ട്? ക്രിട്ടിക്കൽ വാല്യൂ പറയുന്ന അനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. സപ്പോസ് ക്രിട്ടിക്കൽ വാല്യൂ -1.8 എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെയും നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുന്നില്ല. പിന്നെ റിജക്ട് ചെയ്യുന്ന ഏരിയ ഏതാണ്? 1.8 കഴിഞ്ഞു വരുന്ന ഏരിയയാണ് നമ്മൾ റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് റിജക്ഷൻ ഏരിയ. അപ്പോൾ വൺ സൈഡഡ് ടെസ്റ്റിന്റെ തന്നെ രണ്ട് രീതിയിലുള്ള റിജക്ഷൻ ഏരിയ പറഞ്ഞു. അപ്പൊ ഈ ക്രിട്ടിക്കൽ വാല്യൂ ആണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റിജക്ഷൻ ഏരിയ എന്നും അക്സെപ്റ്റൻസ് ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് അക്സെപ്റ്റൻസ് ഏരിയ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഇനി സപ്പോസ് ഇത് 1.81 ആണെങ്കിലോ നമുക്ക് കിട്ടിയ β2 നമ്മളിത് റിജക്ട് ചെയ്ത് കളയണം അല്ലെ. -1.81 ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്ത് കളയണം. ഇവിടെ 1.81 ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്ത് കളയണം. അപ്പൊ ചിലപ്പോ ട്രൂ ആയിട്ടുള്ള ഒരു β2 ആയിരിക്കാം നമ്മളിപ്പോ റിജക്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയനെ വിളിക്കുന്നത് ശരിക്കും ഈ ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷൻ ഹൈപ്പോത്തസിസിനെ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട്, കാരണം -1.8ന്റെ തൊട്ടടുത്ത വാല്യൂ ആണ് -1.81, അതിനെ നമ്മൾ റിജക്ട് ചെയ്ത് കളയും -1.81 ആണെങ്കിൽ. അപ്പോ ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേര് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്നാണ് വിളിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ എന്താണെന്ന് നമുക്കറിയാം. ഒരു ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുന്നത്. സോ ഈ റിജക്ഷൻ ഏരിയ എന്ന് കാണിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുക, ഒരു ഡെഡ് ലൈൻ വെച്ചേക്കാണ് ക്രിട്ടിക്കൽ വാല്യൂ അനുസരിച്ച്. -1.8 അപ്പുറത്തേക്ക് വരുന്ന എല്ലാ വാല്യൂസിനെയും നമ്മൾ റിജക്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ -1.81 ആയിരിക്കാം, അത് ചിലപ്പോൾ ട്രൂ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇത് കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടൈപ്പ് 1 എറർ കുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 എറർ കൂടിക്കൊണ്ടിരിക്കും. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാൻ ഫെയിൽ ചെയ്യുന്നു. അപ്പൊ ടൈപ്പ് 1 എറർ കുറഞ്ഞാൽ ടൈപ്പ് 2 എറർ കൂടും. ടൈപ്പ് 1 എറർ കൂട്ടിയാൽ ടൈപ്പ് 1 എററിന്റെ ഡിഗ്രി കൂട്ടുകയാണെങ്കിൽ ടൈപ്പ് 2 എററിന്റെ ഡിഗ്രി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ റൂൾ സെറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടി നോക്കിയിട്ടാണ്, പ്രോബ്ലത്തിനനുസരിച്ചാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു
two-sided ഒരു two-sided two-tailed ടെസ്റ്റിലാണ്. two-tailed ടെസ്റ്റും കൂടി ഒന്ന് വരച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. two-tailed ടെസ്റ്റ് എഴുതുമ്പോൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ β2 is equal to 0. β2 is equal to 0. Alternative hypothesis എന്ന് പറയുന്നത് β2 not equal to 0. അപ്പോൾ നമ്മുടെ β2 ട്രൂ ആയിട്ടുള്ള β2 സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി β2 ക്യാപ്പിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണ്. β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് β2 ക്യാപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സാമ്പിൾ മാറുന്നതനുസരിച്ച് β2 ക്യാപ്പിന്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഇവിടെ 0, ഇവിടെ രണ്ട് റിജക്ഷൻ, രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ടു സൈഡിന് ഇവിടെ വൺ സൈഡിന് ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. ഇവിടെ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. 0ക്ക് ഈ ഒരു റീജിയൻ വരെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. സപ്പോസ് 1.8 ആണെങ്കിൽ രണ്ട് സൈഡിലും 1.8 ഉണ്ടാവും. ഇത് 1.8 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ -1.8 ആയിരിക്കും. അപ്പോ ഇവിടെ 1.8ന്റെ ഗ്രേറ്റർ ആവുകയാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും. ശരിക്കും β2 is equal to 0 ഈ ഒരു പോയിന്റ് മാത്രം നമുക്ക് വരികയാണെങ്കിലാണ് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമുക്കറിയാം β2 ക്യാപ്പിന്റെ വാല്യൂസിൽ റാൻഡം വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മളൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. അതിന്റെ രണ്ട് സൈഡിലും നമ്മളൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ β1 ഏതെങ്കിലും ഒരു സാമ്പിൾ, ഏതെങ്കിലും ഒരു റയർ സാമ്പിൾ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് β2 ഇവിടെ 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ചുറ്റും രണ്ട് സൈഡിലും നമ്മൾ ബ്രീത്തിങ് സ്പേസ് കൊടുക്കുകയാണ്, എററിനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണ്. അതും കഴിഞ്ഞിട്ട് 1.8 എന്നുള്ള ക്രിട്ടിക്കൽ വാല്യൂ കഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമേ β2 ക്യാപ്പിന്റെ വാല്യൂ 1.8ന് മുകളിൽ ആണെങ്കിലാണ് നമ്മൾ ഇത് റിജക്ട് ചെയ്യുക. അല്ലെങ്കിൽ β2 ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്നാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ 1.8ന് മുകളിലുള്ള β2 ക്യാപ്പിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.8. β2 ക്യാപ്പിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 1.8ന് ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ ഇവിടെ രണ്ട് സൈഡിലേക്ക് ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ β2 ക്യാപ്പിന്റെ വാല്യൂ 1.8. ഇപ്പൊ രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു രണ്ട് ഭാഗത്തെയും നമ്മൾ റിജക്ഷൻ ഏരിയ ആയിട്ടാണ് കാണിക്കുക. സോ ദിസ് വിൽ ബി ഓൾസോ എ റിജക്ഷൻ ഏരിയ, ദിസ് വിൽ ബി ഓൾസോ എ റിജക്ഷൻ ഏരിയ നോട്ട് ഈക്വൽ ടു 0. ഇത് ഈ ഒരു ഏരിയനെ നമ്മൾ അക്സെപ്റ്റൻസ് റീജിയൻ എന്നും ഇതിനെ നമ്മൾ റിജക്ഷൻ റീജിയൻ എന്നും വിളിക്കും. ദിസ് ഈസ് റിജക്ഷൻ റീജിയൻ. റിജക്ഷൻ റീജിയന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. റിജക്ഷൻ ഇതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ്. നൾ ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ അക്സെപ്റ്റൻസും റിജക്ഷനും പറയുന്നത് കേട്ടോ, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വെച്ചല്ല. ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് നൾ ഹൈപ്പോത്തിസിസ് വി ഡിറ്റർമിൻ the rejection or acceptance region. So here we accept null hypothesis and here we reject null hypothesis. So it is with respect to the null hypothesis we decide the acceptance or rejection region. ഇനി റിജക്ഷൻ റീജിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയും ട്രൂ നൾ ഹൈപ്പോത്തിസിസ് വരാം, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്ത് കളയും. അതിന്റെ പ്രൊബബിലിറ്റിയാണ് നമ്മൾ probability of type 1 error എന്ന് വിളിക്കുന്നത്. So this is the decision rule. So നമ്മൾ ഇപ്പോഴും എന്താണ് ഈ ക്രിട്ടിക്കൽ വാല്യൂ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ടി ടെസ്റ്റ് പഠിക്കാൻ നേരത്ത്, അടുത്ത ടി ടെസ്റ്റ് പഠിക്കാൻ നേരത്ത് ഞാനത് എങ്ങനെയാണ് ഡിസിഷൻ റൂൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ.